കേക്കിന്റെ മധുരവുമായി ക്രിസ്മസിനെ വരവേൽക്കാൻ കൊച്ചി. ക്രിസ്മസ് ഒക്കെ ഇങ്ങ് വന്നു, അടുത്തെത്തിയിട്ടുണ്ട്. പാലാരിവട്ടം റിനൈ കൊച്ചിയിൽ നടന്ന ക്രിസ്മസ് കേക്ക് മിക്സിംഗ് ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. പാട്ടിന്റെ താളത്തിനൊപ്പം ചുവടുകൾ വെച്ച് നീങ്ങിയാണ് ഏവരും കേക്ക് മിക്സിംഗ് ആഘോഷമാക്കിയത്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ തുടക്കമാണിത്. പ്ലം കേക്കിന് ആവശ്യമായ നട്ട്സിനും ഡ്രൈ ഫ്രൂട്ട്സിനും പൊടിച്ചെടുത്ത ധാന്യങ്ങൾക്കും മീതെ വീഞ്ഞു ചേർത്തിളക്കി കേക്ക് മിക്സിംഗിന് തുടക്കം കുറിച്ചു. പാട്ടിന്റെ താളത്തിനൊപ്പം ചുവടുകൾ വെച്ച റിനേ കൊച്ചിയിൽ നടന്ന കേക്ക് മിക്സിംഗ് ഏവരും ആഘോഷമാക്കി. ക്രിസ്മസിന്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാഴ്ചകളിൽ ഒന്നാണിതെന്ന ഹൈബി ഈഡൻ MP. ക്രിസ്മസ് എത്തിയ ഒരു ഫീൽ ഉണ്ട്. ഇത് ഒരു എല്ലാ വർഷവും ഒരു സ്പെഷ്യൽ ഫീലാണ്. ഇത്തവണ റിനൈസൻസിലാണ് ഹോട്ടലിൽ. ഇതിന്റെ ഒരു നട്ട്സിന്റെയും വൈൻ്റെയും അതുപോലെ തന്നെ സ്പൈസസിന്റെ എല്ലാം ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് ആ ഒരു ക്രിസ്മസ് ഒരു ഫീല് വല്ലാതെ വരും. ആ കേക്ക് കഴിക്കുന്നതിന്റെ ഒരു രുചി നമ്മുടെ മൂക്കിലേക്കും വായിലേക്കൊക്കെ വരും. അപ്പോൾ ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ആദ്യത്തെ കേക്ക് മിക്സിംഗ് ആണോ അതെയോ? ഇത്തവണത്തെ ഫസ്റ്റ് കേക്ക് മിക്സിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഇതൊന്ന് സെറ്റ് ആവണം, ഇതൊന്ന് മെച്ചോർഡ് ആവണം. അപ്പോഴാണ് കേക്കിന് കൂടുതൽ രുചി ഉണ്ടാവുന്നത്. വീട്ടിലും കേക്ക് റെഡി ആവോ? അതെ. ഭാര്യ നല്ലൊരു ബേക്കർ ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകം ബേക്ക് ചെയ്ത് ഇൻഡിവിജ്വലി കൊടുക്കാറുണ്ട്. കളമശ്ശേരി ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലെ വിദ്യാർത്ഥികളും കേക്ക് മിക്സിംഗിൽ പങ്കെടുത്തു. കേക്ക് മിക്സിംഗിൽ പങ്കെടുത്തവർക്ക് സർപ്രൈസ് സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. അതൊരു എൻജോയ്മെന്റ് ആണ്. ആ കോയിൻ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ്. ഒരു ഗിഫ്റ്റും കൂടി ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിട്ട് ലഭിക്കുകയാണ്. ഈ തവണത്തെ 2025 ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഒരു ഗിഫ്റ്റോട് കൂടി തന്നെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അതിനകത്ത് ഇങ്ങനെ ഒരു ഗെയിം പ്ലാൻ ചെയ്തത്. മിക്സ് ചെയ്ത രുചിക്കൂട്ടുകൾ ഇതേ രീതിയിൽ ആഴ്ചകളോളം സൂക്ഷിക്കും. ഡിസംബർ പകുതിയോടെ കേക്കിന്റെ രുചിയിലേക്കെത്തും. ജില്ലയിലെ അനാഥാലയങ്ങളിലേക്കുൾപ്പെടെ ഈ കേക്കിന്റെ രുചി എത്തിക്കുകയാണ് റിനയുടെ പതിവ് രീതി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.